ഇനി നമുക്ക് അടുത്ത പാഠഭാഗം നോക്കാം. എന്താണ് അടുത്ത പാഠം? ദ ഗിഫ്റ്റ്. ദ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സമ്മാനം. നമുക്ക് ഈ പിക്ചറിലൊക്കെ ഒന്ന് പോയി നോക്കിയാലോ ആദ്യം. ഇവിടെ ഒരു അമ്മ ഇരുന്ന് കുറേ പാവകൾ ഒരാൾക്ക് വിൽക്കുന്നുണ്ട്. ദ ലേഡി ഈസ് സെല്ലിങ് സം ഡോൾസ് ടു സംവൺ. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുട്ടി തൊട്ടിലാടുന്നുണ്ട്. തൊട്ടിലിനുള്ള വാക്ക് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ക്രാഡിൽ. അപ്പോൾ ദ ബേബി ഈസ് ക്രാഡ്ലിങ്. നീ കാണുന്നത് എന്താ? വീടാണോ? അല്ലല്ലോ. ഇതിനെന്താ പറയാന്നറിയോ? ഇറ്റ് ഈസ് എ ടെൻറ്റ്. പിന്നെ അവിടെ താഴെ നിൽക്കുന്നു. ഇതാരാ നിൽക്കുന്നേ? അവിടെ 2 കുട്ടികളുണ്ട്, യൂണിഫോം ഇട്ട 2 കുട്ടികൾ. അതാരൊക്കെയാ? നമുക്ക് പാഠം ഒന്ന് വായിച്ചു നോക്കാം. സഷ ഓപ്പൺ ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. സഷ അവളുടെ ബാഗ് തുറന്ന് ഒരു ബുക്ക് പുറത്തേക്ക് എടുത്തു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. പിക്ചർ സ്റ്റോറി ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല കഥകളൊക്കെ ഉള്ള ചിത്രകഥാ പുസ്തകം. ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. ഇവിടെ നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. ഇതാ നിനക്കൊരു ഗിഫ്റ്റ്. സഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ. സഷ അത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ദ ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. ആ പെൺകുട്ടി അവളുടെ കൈയെല്ലാം അവളുടെ സ്കേർട്ടിൽ തുടച്ചു. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. അവൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ആ ബുക്ക് മേടിച്ചു. കവിത. ഹു ഇസ് ദർ? ഹെർ മദർ കാൾഡ് ഔട്ട്. കവിത. ആരാണ് അവിടെ? ഹെർ മദർ കാൾഡ് ഔട്ട്. അവളുടെ അമ്മ വിളിച്ചു. ലെറ്റ്സ് ഗോ. നവീൻ ഹറീഡ് ഹിയറിംഗ് ദ വോയിസ്. ലെറ്റ്സ് ഗോ. നമുക്ക് പോവാം. നവീൻ ഹറീഡ്. നവീൻ തിടുക്കം കൂട്ടി. ഹിയറിംഗ് ദ വോയിസ്. എന്തുകൊണ്ടാണ് തിടുക്കം കൂട്ടിയത്? ആ അമ്മയുടെ ഒച്ച കേട്ടത് കൊണ്ട്. വി ഷുഡ് ടെൽ അനു ടീച്ചർ എബൌട്ട് കവിത. നമുക്ക് ഇതിനെക്കുറിച്ച് ടീച്ചറോട് പറയണം. അനു ടീച്ചറോട് പറയണം. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹെർ. എനിക്ക് തോന്നുന്നത് ടീച്ചർ അവളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സഷ സജസ്റ്റഡ്. സഷ നിർദ്ദേശിച്ചു. നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്താലോ എന്നൊക്കെ നമ്മളൊരു പ്ലാനൊക്കെ പറയില്ലേ, അതിനാണ് നിർദ്ദേശിക്കുക എന്ന് പറയുക. ഇവിടെ നമ്മുടെ കവിത എന്തോ പറയുന്നുണ്ട്. എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പേ വിൽ അനു ടീച്ചർ ഹെൽപ്പ് കവിത? ഹൗ? അനു ടീച്ചർ കവിതയെ ഹെൽപ്പ് ചെയ്യുമോ? എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? നമുക്കൊരു ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി നമ്പർ 5. സഷ ടോൾഡ് അനു ടീച്ചർ എബൌട്ട് കവിത. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സഷ ആൻഡ് ഹെർ ടീച്ചർ. സഷ അനു ടീച്ചറോട് കവിതയെക്കുറിച്ച് പറഞ്ഞു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സഷ ആൻഡ് ഹെർ ടീച്ചർ. സഷയും അവളുടെ ടീച്ചറും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ടീച്ചർ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ടീച്ചർ ഓൺ യുവർ വേ ഹോം. ടീച്ചർ ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. ടീച്ചർ ഓൺ അവർ വേ ഹോം. ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി വി സോ എ ഗേൾ. ഞങ്ങളൊരു പെൺകുട്ടിയെ കണ്ടു. അപ്പോൾ ടീച്ചർ ആദ്യം എന്തായിരിക്കും ചോദിക്കുക? നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് പറയുകയാണെന്ന് വിചാരിക്കുക, ഞങ്ങളൊരാളെ കണ്ടു. അപ്പോൾ അത് ആരാണെന്നല്ലേ നമ്മൾ ചോദിക്കുക. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, ഹൂ ഈസ് ഷീ? ടീച്ചറും സാഷയുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ, ഒരു സംഭാഷണമാണ് നോക്കുന്നത്. ടീച്ചർ ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. ടീച്ചർ ഓൺ അവർ വേ. ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളൊരു പെൺകുട്ടിയെ കണ്ടു. എ ഗേൾ. ഹൂ ഈസ് ഷീ? ഒരു പെൺകുട്ടിയോ? ആരാണത്? ഹെർ നെയിം ഈസ് കവിത. അവളുടെ പേരാണ് കവിത. ഷീ ഈസ് എ പുവർ ഗേൾ. അവളൊരു പാവം കുട്ടിയാണ്. വേർ ഈസ് ഷീ സ്റ്റഡിയിങ്? അവൾ എവിടെയാണ് പഠിക്കുന്നത്? ഷീ ഈസ് നോട്ട് സ്റ്റഡിയിങ്. അവൾ എവിടെയും പഠിക്കുന്നില്ല. ക്യാൻ വി ഹെൽപ്പ് ഹെർ? നമുക്ക് അവളെ സഹായിക്കാൻ പറ്റുമോ? എന്തിനു വേണ്ടിയിട്ട്? ടു ജോയിൻ അവർ സ്കൂൾ. നമ്മുടെ സ്കൂളിലേക്ക് ചേരാൻ വേണ്ടിയിട്ട്. ഡോണ്ട് വറി. നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. അവർ ഹെഡ് മാസ്റ്റർ ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ. നമ്മുടെ ഹെഡ് മാസ്റ്റർ ഇപ്പോൾ സ്ഥലത്തില്ല. ലെറ്റ് മീ കോണ്ടാക്ട് ഹിം. ഞാൻ ഹെഡ് മാസ്റ്ററെ ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ. നമുക്കെല്ലാം ശരിയാക്കാം. നമുക്കൊരു ആക്ടിവിറ്റിയും കൂടിയും ഇതിൻ്റെ കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. ആക്ടിവിറ്റി നമ്പർ 6 നമുക്ക് വായിച്ചു നോക്കാം.
മിസ് അനുപമ സ്റ്റാർട്ടഡ് മെസ്സേജിങ് ദ ഹെഡ് മാസ്റ്റർ. അനുപമ ടീച്ചർ ഹെഡ് മാസ്റ്റർക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. സെലക്ട് സ്യൂട്ടബിൾ ഡയലോഗ്സ്. ഇവിടെ കുറേ ഡയലോഗ്സ് തന്നിട്ടുണ്ട്. ഇതിന്ന് കറക്റ്റ് ഡയലോഗ് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതണം. ആൻഡ് ഫിൽ അപ്പ് ദ ചാറ്റ് ബോക്സ്. ഈ ചാറ്റ് ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാട്സപ്പിലൊക്കെ വരുന്ന ചാറ്റ് ബോക്സ് ആണ്. അതിൽ ആദ്യം അനുപമ ടീച്ചർ അയക്കുന്ന ഒരു മെസ്സേജാണ് നമുക്ക് കാണുന്നത്. ഹലോ സാർ. അപ്പോൾ എന്തായിരിക്കും ഹെഡ് മാസ്റ്റർ തിരിച്ചു പറയുന്നുണ്ടാവുക? ഹായ് അനുപമ ടീച്ചർ. നിങ്ങൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഹായ് ഹലോ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് അനുപമ ടീച്ചർ ഇന്ന് നടന്ന കാര്യത്തെക്കുറിച്ചായിരിക്കും പറയേണ്ടത്. ടുഡേ 2 of our students came to me. ഇന്ന് നമ്മുടെ സ്കൂളിലത്തെ 2 കുട്ടികൾ എന്നെ കാണാനായി വന്നു. അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും പറയുക? അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? ആരാണവർ? ഹൂ വർ ദേ? ആരാണവർ? ഹൂ വർ ദേ? അത് കഴിഞ്ഞിട്ട് ടീച്ചർ എന്തായിരിക്കും പറയുക? സഷ ആൻഡ് നവീൻ. ആരൊക്കെയാണ് വന്നത്? സഷയും നവീനും. അവരെന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ടാവും. വൈ ഡിഡ് ദേ കം? എന്തിനാണ് അവർ വന്നത്? അപ്പോൾ അവർ വന്ന കാര്യം എന്തായിരുന്നു? നിങ്ങൾക്കറിയില്ലേ? ദേ വാണ്ടഡ് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂൾ. അവർക്ക് നമ്മുടെ സ്കൂളിലൊരു പെൺകുട്ടിയെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഹെഡ് മാസ്റ്റർ പറയണം, ഓ നോ ഇഷ്യൂസ്. ഓ ഒരു കുഴപ്പവുമില്ല. വി ഷാൽ ഡു ഇറ്റ്. നമുക്കത് ചെയ്യാം. അപ്പോൾ ഈ ഹെഡ് മാസ്റ്റർ എല്ലാം സമ്മതിച്ചതുകൊണ്ട് അനുപമ ടീച്ചർ ഹെഡ് മാസ്റ്ററോട് താങ്ക് യു പറയണം. താങ്ക് യു സോ മച്ച്. ഇതൊന്ന് എഴുതി നോക്കാം. ഹലോ സാർ. ഹായ് അനുപമ ടീച്ചർ. ടുഡേ 2 of our students came to me. ഇന്ന് എന്നെ കാണാൻ നമ്മുടെ 2 കുട്ടികൾ വന്നു. ഹൂ വർ ദേ? ആരാണവർ? സഷ ആൻഡ് നവീൻ. സഷയും നവീനുമാണത്. വൈ ഡിഡ് ദേ കം? അവരെന്തിനാണ് വന്നത്? ദേ വാണ്ടഡ് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂൾ. അവർക്ക് നമ്മുടെ സ്കൂളിലൊരു പെൺകുട്ടിയെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഓ നോ ഇഷ്യൂസ്. ഒരു കുഴപ്പവുമില്ല. വി ഷാൽ ഡു ഇറ്റ്. നമുക്കത് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഈ കോൺവെർസേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഇതൊന്ന് നോക്കി വയ്ക്കുക. എല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ആയിരിക്കും കവിത ഇവരോട് പറയുന്നുണ്ടാവുക. താങ്ക് യു സോ മച്ച്. ഗിഫ്റ്റൊക്കെ തന്നാൽ നമ്മൾ എന്തായാലും അവരോട് നന്ദി പറയണം. ഇവിടെ കവിത പറയുന്നത് കണ്ടില്ലേ? താങ്ക് യു സോ മച്ച്.